തേവലക്കര ബോയ്സ് ഹൈസ്കൂളിൽ വിദ്യാർത്ഥി ഷോക്കേറ്റ് മരിച്ചതിൽ പോലീസിന്റെ അന്വേഷണ റിപ്പോർട്ട് ഇന്ന് സമർപ്പിക്കാനിരിക്കുകയാണ്. നിലവിലെയും മുൻ മാനേജ്മെന്റ് കമ്മിറ്റി അംഗങ്ങളും KSEB ഉദ്യോഗസ്ഥരും ഈ പ്രതികളാകും. കെട്ടിടത്തിന് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് നൽകിയ പഞ്ചായത്ത് അസിസ്റ്റന്റ് എഞ്ചിനീയർക്കെതിരെയും കേസെടുക്കും. സ്കൂൾ മാനേജ്മെന്റ് വിദ്യാഭ്യാസ വകുപ്പിന് ഇന്ന് വിശദീകരണ റിപ്പോർട്ട് കൈമാറും. ജീവനക്കാരുടെയും PTA യോഗം ഇന്ന് ചേരും. സ്കൂൾ മാനേജ്മെന്റ് പ്രഖ്യാപിച്ച 10 ലക്ഷം രൂപയുടെ ധനസഹായം ഇന്ന് മിഥുന്റെ കുടുംബത്തിന് കൈമാറും. ലിജോ റോളൻസ് വിവരങ്ങൾ നൽകും. ലിജോ, എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുള്ള ഈ മിഥുന്റെ മരണവുമായി ബന്ധപ്പെട്ട് മറ്റ് തുടർ സംഭവ വികാസങ്ങൾ കൂടി ഉണ്ടാവുകയാണ്. അതിൽ ഏറ്റവും പ്രധാനം അന്വേഷണമാണ്. വിദ്യാഭ്യാസ മന്ത്രി തന്നെ പറഞ്ഞിരുന്നു, മാനേജ്മെന്റിനെതിരെയാണെങ്കിൽ പോലും മുഖം നോക്കാതെ നടപടി ഉണ്ടാകും. അപ്പോൾ ഇന്ന് സമർപ്പിക്കാനിരിക്കുന്ന പോലീസ് റിപ്പോർട്ട് നിർണായകമാകും. അതിൽ സ്കൂളിന് ഫിറ്റ്നസ് നൽകിയ ആളും KSEB ഉദ്യോഗസ്ഥരും മാനേജ്മെന്റും ഒക്കെ പ്രതികളാകുമെന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള തുടർ നടപടികളും നമുക്ക് വരും മണിക്കൂറുകളിൽ പ്രതീക്ഷിക്കാം. ജിൽസി, കഴിഞ്ഞ വ്യാഴാഴ്ചയായിരുന്നു 13 വയസ്സുകാരനായിട്ടുള്ള മിഥുൻ സ്കൂൾ കെട്ടിടത്തിന് മുകളിൽ വെച്ച് ഷോക്കേറ്റ് മരിച്ചത്. അതിന് പിന്നാലെ തന്നെ 3 തലത്തിലുള്ള അന്വേഷണങ്ങൾ പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ വിദ്യാഭ്യാസ വകുപ്പ് പ്രാഥമികമായ ഒരു നടപടിയെടുത്തു. പക്ഷേ KSEBയുടെ ഭാഗത്ത് നിന്ന് ഇതുവരെയും എന്താണ് അന്വേഷണത്തിന്റെ ഒരു ഘട്ടം എന്നുള്ളതിനെക്കുറിച്ച് ഒരു വിവരവും ലഭിക്കുന്നുമില്ല. പക്ഷേ പോലീസും വളരെ വേഗത്തിൽ തന്നെ അന്വേഷണവുമായി മുന്നോട്ട് പോകുന്നു. ഇന്നലെ രാവിലെയാണ് SHOയുടെ നേതൃത്വത്തിലുള്ള ശാസ്താംകോട്ട SHOയുടെ നേതൃത്വത്തിലുള്ള 6 അംഗ സംഘത്തിന് ഇതിന്റെ ചുമതല കൈമാറിയത്. അവർ വിവിധ ടീമുകളായി തിരിഞ്ഞുകൊണ്ട് ഇതുമായി ബന്ധപ്പെട്ട വിദ്യാർത്ഥികൾ, അധ്യാപകർ, സ്കൂൾ മാനേജ്മെന്റ്, അവിടെ രക്ഷാപ്രവർത്തനത്തെ ആളുകൾ അത്തരത്തിൽ വിശദമായ മൊഴി രേഖപ്പെടുത്തുക മാത്രമല്ല, സ്കൂളിലെത്തി SHO നേരിട്ടാണ്, ശാസ്താംകോട്ട SHO നേരിട്ടെത്തി എല്ലാ രേഖകളും, അതായത് മിനിറ്റ്സ് ബുക്ക് പൂർണ്ണമായും പരിശോധിക്കുന്നുണ്ട്. ഇത് സംബന്ധിച്ച് എന്തെങ്കിലും രേഖപ്പെടുത്തിയിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളെല്ലാം കൃത്യമായി പരിശോധിക്കുന്നുണ്ട്. അത്തരത്തിൽ എല്ലാ കാര്യങ്ങളും പരിശോധിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ മനഃപൂർവ്വമല്ലാത്ത നരഹത്യ എന്ന കുറ്റകൃത്യം കൂടെ ചുമത്തി. നേരത്തെ അസ്വാഭാവിക മരണമായിരുന്നെങ്കിൽ മനഃപൂർവ്വമല്ലാത്ത നരഹത്യയ്ക്കായിരിക്കും ഇനി അത് ചുമത്തിക്കൊണ്ടുള്ള ഒരു റിപ്പോർട്ടായിരിക്കും സമർപ്പിക്കാൻ പോകുക എന്നുള്ളതാണ് പോലീസിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതിലേക്ക് വരുമ്പോൾ, അതായത് അത്തരത്തിലുള്ള കുറ്റകൃത്യം വരുന്ന സമയത്ത് അത് നിലവിലെയും ഒപ്പം തന്നെ അനധികൃതമായി കെട്ടിടം കെട്ടിയ സമയത്തുണ്ടായിരുന്ന ആ ഷെഡ് കെട്ടിയ സമയത്തുണ്ടായിരുന്ന ആ മാനേജിംഗ് കമ്മിറ്റിയും ഇതിനകത്ത് പ്രതിയാകും. മാത്രമല്ല ഈ അസിസ്റ്റന്റ് എഞ്ചിനീയർ, അതിന് ഫിറ്റ്നസ് നൽകിയ അസിസ്റ്റന്റ് എഞ്ചിനീയർ ഉൾപ്പെടെയുള്ളവരെ പ്രതി ചേർത്തായിരിക്കും പ്രതിപട്ടിക നൽകുക എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം. മറ്റൊരു കാര്യം, ഈ സ്കൂൾ ഇന്ന് വിശദീകരണം നൽകും. കാര്യം വിദ്യാഭ്യാസ വകുപ്പ് നേരത്തെ തന്നെ ഒരു വിശദീകരണം ചോദിച്ചു, വിശദീകരണ നോട്ടീസ് നൽകിയിരുന്നു. 3 ദിവസത്തെ സമയമായിരുന്നു അനുവദിച്ചിരുന്നത്. ഇന്നാണ് ആ സമയം കഴിയുന്നത്. ഇന്ന് വിശദമായൊരു റിപ്പോർട്ട് നൽകും. അതുകൂടി ചർച്ച ചെയ്യുന്നതിന് വേണ്ടി ഇന്നലെ സ്കൂൾ മാനേജിംഗ് കമ്മിറ്റി ചേർന്നിട്ടുണ്ടായിരുന്നു. അവർ ആ കാര്യങ്ങളെല്ലാം തീരുമാനിച്ച് ഇന്ന് വിശദമായൊരു റിപ്പോർട്ട് തന്നെ നൽകാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ട്. നിലവിൽ പോലീസിന്റെ ഈ ഒരു റിപ്പോർട്ട് കൂടി പരിഗണിച്ചാണ് വിദ്യാഭ്യാസ വകുപ്പ് ഒരുപക്ഷെ നടപടിയിലേക്ക് കടക്കുകയാണെന്നുണ്ടെങ്കിൽ മാനേജിംഗ് കമ്മിറ്റിക്കെതിരെ നടപടി ഉണ്ടാകും. അതായത് ഒരുപക്ഷെ മാനേജിംഗ് കമ്മിറ്റിയെ മാറ്റി നീക്കുക എന്നുള്ള ഒരു റെക്കമെൻഡേഷൻ ഉൾപ്പെടെയുള്ള കാര്യത്തിലേക്ക് പോകുമെന്നുള്ളതാണ് വിദ്യാഭ്യാസ വകുപ്പിലെ ഉദ്യോഗസ്ഥരോട് സംസാരിച്ചപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇന്നലെ മാനേജിംഗ് കമ്മിറ്റി കൂടിയതിനു ശേഷം മിഥുന്റെ കുടുംബത്തിന് 10 ലക്ഷം രൂപ എന്നുള്ള ഒരു ധനസഹായം നൽകാൻ തീരുമാനിച്ചിട്ടുണ്ട്. ആ തുക ഇന്ന് കൈമാറും. രാവിലെ 9:30 സ്കൂളിൽ വെച്ച് ഒരു അനുശോചന യോഗം ചേരുകയും ചെയ്യുന്നുണ്ട്. അതിനുശേഷം അധ്യാപകരുടെയും ജീവനക്കാരുടെയും PTA കൂടിയും ചേർന്നിട്ടും ഒരു യോഗം, അതായത് കാര്യങ്ങൾ ഇനി എങ്ങനെയാണ്, ഇതുവരെ ഉണ്ടായ കാര്യങ്ങളെക്കുറിച്ച് വിശദീകരിക്കാനും തുടർന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നതിന് വേണ്ടി ഒരു യോഗം ചേരും. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം നാളെ സ്കൂൾ തുറക്കുക എന്നുള്ള ഒരു തീരുമാനത്തിലാണ് പോകുന്നത്. ആദ്യഘട്ടത്തിൽ തിങ്കളാഴ്ച ഇന്ന് തുറക്കാൻ തീരുമാനിച്ചിരുന്നു. പക്ഷേ അത് മാറ്റി നാളേക്ക് മാറ്റിയിട്ടുണ്ട്. സ്കൂളിലെത്തി നാളെ അസംബ്ലിയിലും ഒരു അനുശോചന യോഗമുണ്ട്. മാത്രമല്ല, കുട്ടികൾക്കെല്ലാം CWCന്റെ നേതൃത്വത്തിൽ ആവശ്യമുള്ള എല്ലാ കുട്ടികൾക്കും കൗൺസിലിംഗ് കൂടെ നൽകാനും തീരുമാനമെടുത്തിട്ടുണ്ട്. ജിൽസി, ശരി, ലിജോ റോളൻസ് ആണ് വിവരങ്ങൾ നൽകിയത്.